സനാതനധർമ്മത്തെ അവഹേളിച്ച CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യോഗക്ഷേമ സഭ. MV ഗോവിന്ദന് സനാതനധർമ്മത്തെക്കുറിച്ചും ബ്രാഹ്മണരെക്കുറിച്ചും അറിയാത്തതുകൊണ്ടാണ് ഇത്തരം പരാമർശം നടത്തുന്നതെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട്. സനാതനധർമ്മത്തെക്കുറിച്ച് അറിയാമെന്ന് സംശയം, അല്ലെങ്കിൽ അറിയില്ലെന്ന് നടിക്കുന്നു. രണ്ടാമത് ബ്രാഹ്മണരെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ ഒരു കളിയുടെ ഭാഗമായിട്ട് മറ്റ് പല ജാതിമത അവരോട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫൗൾ പ്ലേ ആയിട്ട് എനിക്കതിനെ കാണാൻ കഴിഞ്ഞു. അല്ലാണ്ട് ഇദ്ദേഹത്തിന് ശരിക്കും പറയാൻ അറിയാൻ വയ്യ എന്നൊന്ന് വിശ്വസിക്കാൻ വയ്യ. പിന്നെ വേറെ എന്നുള്ളത് ഈ ബ്രാഹ്മണരോടുള്ള എന്തോ ഒരു അപകർഷതാബോധമോ എന്തെങ്കിലും ഒരു പുച്ഛമോ ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, MV ഗോവിന്ദന്റെ സനാതനധർമ്മത്തെ അവഹേളിച്ചുള്ള പരാമർശം ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയതാണ്. തികച്ചും അവഹേളനപരമായ പരാമർശമാണ് MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. യോഗക്ഷേമ സഭാ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് അതിൽ കൃത്യമായൊരു നിലപാടും പറയുന്നുണ്ട്. തീർച്ചയായും CPM-ന്റെ ഒരു പൊതു നിലപാട് എന്ന് പറയുന്നത് തുടർച്ചയായി, അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ തുടർച്ചയായി അവഹേളിക്കുക, അധിക്ഷേപിക്കുക എന്ന് തന്നെയാണ്. അത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും മറ്റ് CPM-ന്റെ നേതാക്കൾ ആണെങ്കിലും എല്ലാം തന്നെ കാലങ്ങളായി ചെയ്തു പോരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, വേദികളിലെല്ലാം തന്നെ സനാതന ധർമ്മത്തെ അവഹേളിച്ച് സംസാരിക്കുക, ഇകഴ്ത്തി കാണിക്കുക എന്നതാണ്. അത്തരം ഒരു ഘട്ടങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ പോലും അതിനെ മുഖവിലക്കെടുക്കാൻ CPM തയ്യാറാകാറില്ല, CPM നേതാക്കൾ തയ്യാറാകാറില്ല. ഇവിടെയും അത് തന്നെയാണ്. യോഗക്ഷേമ സഭ ശക്തമായി തന്നെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അത് ബ്രാഹ്മണ സമൂഹത്തെ മാത്രമല്ല ഹൈന്ദവ സമൂഹത്തെ ആകെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണങ്ങളും പ്രസംഗങ്ങളുമാണ് ഈ ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം ശിവഗിരിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ അത് വലിയ തോതിൽ വിവാദങ്ങളായതിനു ശേഷമാണ് MV ഗോവിന്ദൻ ഇത്തരത്തിൽ സനാതന ധർമ്മത്തെ അവഹേളിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയത്. ഇതിൽ വലിയൊരു പ്രതിഷേധം നടത്തുന്നു. അതിൽ മാപ്പ് പറഞ്ഞ് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് യോഗക്ഷേമ സഭയടക്കം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമാണ്. കാരണം എല്ലാ കാലത്തും CPM-നെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഹിന്ദു സമൂഹത്തെയും സനാതന ധർമ്മത്തെയും എല്ലാം മോശമായി ചിത്രീകരിക്കുമ്പോൾ മറുഭാഗത്ത് നിന്നുള്ള പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവം എല്ലാം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് MV ഗോവിന്ദൻ വിവാദ പ്രസ്താവനകൾ ആവർത്തിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സനാതന ധർമ്മത്തിനെ മോശമാക്കിക്കൊണ്ടുള്ള ഒരു പരാമർശങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തത്. CPM ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു MV ഗോവിന്ദന്റെ ഈ വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. അത് സനാതന ധർമ്മം ഉയർത്തിപ്പിടിക്കുന്നവർ ബ്രാഹ്മണരുടെ കുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന കാര്യമാണ് അന്ന് MV ഗോവിന്ദൻ പറഞ്ഞത്. അത് ബ്രാഹ്മണ സ്ത്രീകളിലൂടെയല്ല എന്നും പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃത്യമായി തന്നെ ഏറ്റവും മോശം പരാമർശങ്ങൾ, ഏറ്റവും അശ്ലീല ചുവയോടെ സംസാരിച്ചുകൊണ്ടായിരുന്നു MV ഗോവിന്ദന്റെ പ്രസംഗം അന്ന് തന്നെ ഉണ്ടായിരുന്നത്. ആ ഒരു പ്രസംഗത്തിനെതിരെ പാർട്ടി ഇതുവരെ നിലപാടെടുക്കാത്ത ആ ഘട്ടത്തിൽ പോലും അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് പാർട്ടി സ്വീകരിക്കുമ്പോൾ കേരള സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിലെ വിവിധ സമുദായ സംഘടനകളിൽ നിന്നടക്കം അത് വലിയ പ്രതിഷേധത്തിൽ ഇടയാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് യോഗക്ഷേമ സഭയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകരുത് എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സനാതന ധർമ്മത്തെ അവഹേളിക്കുന്നതിനൊപ്പം ബ്രാഹ്മണ സമൂഹത്തെയാണ് ഇകഴ്ത്തി കാണിക്കുന്നത് ഇത്തരത്തിൽ MV ഗോവിന്ദൻ എന്നുകൂടി അദ്ദേഹം കിരൺ ഭട്ടതിരിപ്പാട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.